വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗോസ് തിയറം ആണ്. ഗോസ് തിയറം. അപ്പോൾ ഈ ഗോസ് തിയറം പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചാർജുകളെ കുറിച്ചിട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളെ കുറിച്ചിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ചുറ്റും ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജസുകളൊക്കെ ഉണ്ട്. ഈ ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസുകൾ പോകുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ നമ്മൾ വിളിക്കും. ഈ ഫീൽഡ് ലൈൻസുകൾ ഒരു സർഫസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കും. ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ പൊതുവായിട്ട് അടയാളപ്പെടുത്തുന്ന ഫൈ വെച്ചിട്ടാണ്. ഫൈ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് electric flux through a surface is the total number of electric lines of force passing through the surface. Total number of electric lines of force passing through the surface ആണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്മോൾ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ് നമുക്ക് ഡി ഫൈ എന്ന് കൊടുക്കാം. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ് എന്ന്. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ്. ഇ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏരിയ, സ്മോൾ ഏരിയ ത്രൂ വിച്ച് ദി ഫ്ലക്സ് ഈസ് പാസിംഗ്. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ് അല്ലെങ്കിൽ ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ. അങ്ങനെയും നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ കൂടി നിർവചിക്കാം? ഇറ്റ് ഈസ് എ സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഏരിയ ഓഫ് ദ സർഫസ്. ഇറ്റ് ഈസ് സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഏരിയാസ് ഓഫ് ദ സർഫസ്. അങ്ങനെയായിട്ട് നമുക്ക് പറയാം. ഇനി ടോട്ടൽ ഫ്ലക്സ്, സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു surface integral of E dot ds. This is the total electric flux over the whole surface. ഇനി ഫ്ലക്സിന്റെ യൂണിറ്റ് എങ്ങനെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കോളം റേസ് ടു -1. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കോളം റേസ് ടു -1 ആയിട്ടും നമുക്ക് ഈ ഫ്ലക്സിനെ നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ്, പാസിംഗ് ത്രൂ എ സർഫസ് അല്ലെങ്കിൽ ത്രൂ എൻ ഏരിയ, അതിനൊക്കെ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഗോസ് തിയറമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഗോസ് തിയറം ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് in a free space is equal to 1 by epsilon 0 times the total charge enclosed by the surface. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് is equal to 1 by epsilon 0 times the total charge enclosed by the surface. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതിനെയാണ് എന്ത് പറഞ്ഞത്? ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് പറയണത്. അപ്പം നമ്മുടെ മുന്നേ ഫ്ലക്സിന് നമ്മളൊരു നൊട്ടേഷൻ കൊടുത്തിരുന്നു. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡി എസ് അല്ലേ? അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ കൂടി എഴുതാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൂടി പറയാം? സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഇൻ ഫ്രീ സ്പേസ് ഈക്വൽ ടു 1 by epsilon 0 times the total charge enclosed by the surface. ഓക്കെ, അങ്ങനെയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പം ഇതാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ആ ക്ലോസ്ഡ് സർഫസിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ ചാർജുകളുടെ 1 by epsilon 0 ടൈംസ് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. ഇതെങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗോസസ് തിയറം വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം.
അപ്പം അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ പ്ലസ് ക്യൂ ചാർജ് പ്ലേസ് അറ്റ് പോയിന്റ് ഒ. ഒരു ഒ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ പ്ലസ് ക്യൂ പറഞ്ഞിട്ടുള്ള ഒരു ചാർജിന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Let P be a point at a distance r from O. ഒയിൽ നിന്ന് r ഡിസ്റ്റൻസിൽ P പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഇരിപ്പുണ്ട്. Intensity of electric field at the point P is given as E equal to 1 by 4 pi epsilon 0 Q by R square. 1 by 4 pi epsilon 0 Q by R square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P. അപ്പം നമുക്കറിയാം ഈ ഗോസസ് ലോ വെച്ചാൽ ഇറ്റ് ഹോൾഡ്സ് ഫോർ സർഫസ് ഓഫ് എനി ഷേപ്പ്. ഏത് ഷേപ്പ് കാണിച്ചാൽ നമുക്ക് ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സ്പെറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. അതിൻ്റെ റേഡിയസ് 6 ആണ്. O സെൻറ്ററാണ്. അപ്പം ഇന്നൊരു ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു സ്പെറിക്കൽ ഗോസിയൻ സർഫസ്. അതിൻ്റെ റേഡിയസ് 6 ആണ്. O അതിൻ്റെ സെൻറ്ററാണ്. ഇനി ഇത് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗോസിയൻ സർഫസ് എടുത്തതിനുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീനെയും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളുടെയും അതും അതേപോലെ ഏരിയ വെക്ടറും എപ്പോഴും രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഈ ഒരു ഭാഗത്താണ് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുന്നത് അല്ലേ. ഇതിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും ഒരേപോലെ ആയിരിക്കും. They are in the same. So the angle between them becomes 0. Moreover, electric field intensity in the it is constant everywhere on the surface. It is constant everywhere on the surface. ഇനി നമുക്ക് നോക്കി നോക്കാം. EDS equal to യുടെ വാല്യൂ നമുക്കറിയാം എന്താണ്, 1 by 4 pi epsilon 0 Q by R square into ds അല്ലേ. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി ഗോസിയൻ സർഫസ് നമുക്ക് എങ്ങനെ എഴുതാം? സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds equal to 1 by 4 pi epsilon 0 Q by R square into surface integral of ds. This is equal to 1 by 4 pi epsilon 0 Q by R square into 4 pi R square ആയിട്ട് എഴുതാലോ. ഇതിൽ 4 പൈയും ആർ സ്ക്വയറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്തായിട്ട് കിട്ടി? 1 by epsilon 0 times the total charge ആയിട്ട് കിട്ടി. ഹൻസ് പ്രൂവ്. അപ്പോൾ ഗോസ് തിയറം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 times the total charge enclosed by the surface. ഓക്കെ, അപ്പോൾ വളരെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുക. അതേപോലെ അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് ആ ഫ്ലക്സും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും നമ്മൾ റിലേറ്റ് ചെയ്ത് എഴുതുന്നുള്ള കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. തിയറി നന്നായി പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.